കാണുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ക്ലിപ്പ് ആഡ് ചെയ്യുക. കോമ്പോസിറ്റ് നമ്മുടെ ക്ലിപ്പ് കറക്റ്റ് ഫിറ്റ് ആക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ട്രാൻസ്ഫോം ഫിറ്റ് ടു കോമ്പോസിറ്റ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ബിൽഡിങ്ങിനെ മാസ്ക് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. മാസ്ക് ചെയ്തതിനു ശേഷം ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്പേസിന്റെ അവിടെ നമുക്ക് കണ്ടന്റ് അവർ ഫിൽ ടൂൾ യൂസ് ചെയ്ത് അവിടെ എഡ്ജ് ബ്ലെൻഡിൽ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ജനറേറ്റീവ് ഫില്ല് കൊടുക്കുക. അങ്ങനെ കുറച്ച് ടൈം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ ലെയർ ഫുൾ ഫില്ലായിട്ട് കിട്ടും. നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരുന്ന ലെയറും പിന്നെ നമുക്ക് കണ്ടന്റ് അവർ ഫില്ല് യൂസ് ചെയ്ത് കിട്ടിയ ലെയറും നമ്മൾ പ്രീ കോമ്പോസ് ചെയ്തതിനു ശേഷം നമ്മുടെ മെയിൻ ക്ലിപ്പിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ ആദ്യം ഏത് പാർട്ടാണോ നമുക്ക് വേണ്ടത് അത് മാസ്ക് ചെയ്ത് മാറ്റിയതിനു ശേഷം അതിനെ റീനെയിം ചെയ്ത് 1 എന്ന് പറഞ്ഞ് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവയ്ക്കുക. വീണ്ടും ഒന്നുകൂടെ നമ്മുടെ മെയിൻ ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അടുത്ത പാർട്ട് മാസ്ക് ചെയ്തതിനു ശേഷം 2 എന്ന് പറഞ്ഞ് റീനെയിം ചെയ്ത് ആ 1 വെച്ചേക്കുന്ന ലെയറിന്റെ തൊട്ട് താഴെ വെക്കുക. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അടുത്ത പാർട്ട് മാസ്ക് ചെയ്തതിനു ശേഷം റീനെയിം ചെയ്ത് 3 എന്നാക്കുക. അതുപോലെ ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. എനിക്ക് 4 ലെയറായിട്ട് ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. 4 പാർട്ടായിട്ടാണ് ഈ ബിൽഡിങ്ങിനെ ഞാൻ മാസ്ക് ചെയ്തത്. എന്നിട്ട് 4 ലെയറും ട്രാൻസിഷൻ വരേണ്ട രീതിയിൽ ഞാൻ 4 ഫ്രെയിംസ് വെച്ചാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് ഉള്ള 4 ഫ്രെയിംസ് കഴിഞ്ഞ് സെക്കൻഡ് വെക്കുന്നു. പിന്നെ അടുത്ത 4 ഫ്രെയിംസ് കഴിഞ്ഞിട്ട് തേർഡ് ലെയർ വെക്കുന്നു. പിന്നെ ഒരു 4 ഫ്രെയിംസ് കഴിഞ്ഞിട്ട് ഫോർത്ത് ലെയർ വെക്കുന്നു. അപ്പം ഈ രീതിയിലായിരിക്കും ഞാൻ പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് 4 ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം പൊസിഷന് വേണ്ടി നമ്മുടെ ഷോർട്ട് കട്ട് P യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയറിന്റെ ഫസ്റ്റ് ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിനു ശേഷം അത് ഫോർത്ത് ഫ്രെയിമിൽ, അതായത് സെക്കൻഡ് ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണോ അവിടെ ആയിട്ട് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് ക്ലിപ്പിന്റെ ഏറ്റവും തുടക്കം വന്നിട്ട് അവിടെ നമുക്ക് ഈ രീതിയിൽ പൊസിഷൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2 കീ ഫ്രെയിമും സെലക്ട് ചെയ്തതിനു ശേഷം ഈസിന് വേണ്ടി F9 സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കർവ് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ബാക്കി ക്ലിപ്പിൽ ഇതുപോലെ തന്നെ കീ ഫ്രെയിം ആഡ് ചെയ്ത് അതിന് പൊസിഷനും ചേഞ്ച് ചെയ്ത് നമുക്ക് കർവ്സ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.